ഹലോ ഗായ്സ്, ആണ് നമ്മൾ അടുത്ത ഡേ ആണ് കാണിക്കുന്നത്. നമ്മുടെ റിലേറ്റീവ്സിൻ്റെ പി ജിയിലായിരുന്നു നിന്നത്. രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോലീസ് ബസാർ പോയിട്ട് എൻ്റെ സ്കൂട്ടർ റെൻറ്റിന് എടുക്കാനായിരുന്നു പ്ലാന്. മറ്റു ബാക്കിയുള്ള ഡെസ്റ്റിനേഷൻസ് എല്ലാം സ്കൂട്ടർ വെച്ച് കവർ ചെയ്യാനായിരുന്നു പ്ലാന്. ആദ്യം ദൗക്കി പോകണം, പിന്നെ മൗലിംഗ്നോങ്, പിന്നെ ഗ്രാൻഷൂരി വാട്ടർഫോൾസും കൂടി കണ്ടിട്ട് തിരിച്ചു വരാനാണ് പ്ലാൻ. ഒരു സ്കൂട്ടർ കിട്ടിയിട്ടുണ്ട്. നല്ല കണ്ടീഷനൊന്നുമല്ല. ദൗക്കിയിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെ ഏകദേശം നമ്മളൊരു മൂന്നാർ അല്ലെങ്കിൽ ഊട്ടി അതുപോലൊക്കെ തന്നെയാണ് ഇവിടെയും കാണാൻ. കുറേയൊക്കെ ഏകദേശം 3 മണിക്കൂറാണ് യാത്ര വരുന്നത് ദൗക്കിയിലോട്ട്. 2 വഴി ഉണ്ടായിരുന്നു ദൗക്കിയിലേക്ക്. ഒന്ന് കുറച്ച് ലോങ് ആണ്, നമ്മൾ ഷോർട്ടായിട്ടുള്ള വഴിയായിരുന്നു എടുത്തത്. പക്ഷെ അത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. നല്ല റോഡായിരുന്നില്ല, റോഡ് പണി നടക്കുന്നൊരു റോഡായിരുന്നു. കുറച്ച് ഇടങ്ങാറായി അവിടെ എത്താൻ. നമ്മൾ ടെൻ്റെല്ലാം എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. ടെൻ്റ് കൊണ്ടുവന്നിട്ട് ഇതുവരെ എവിടെയും യൂസ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലായിടത്തും ഹോം സ്റ്റേസ് ഉള്ള കാരണം എവിടെയും നമുക്ക് ടെൻ്റ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യമെങ്കിലും എന്തായാലും യൂസ് ചെയ്യണം എന്നാണ് ആഗ്രഹം. എന്തായാലും ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കാണാനുള്ളത് എലിഫൻറ്റ് ഫോൾ. അതിന് പിന്നെ സ്റ്റേൻ്റെ ആവശ്യമൊന്നും വരില്ല. ഇതിപ്പോൾ എന്തായാലും മിക്കവാറും സ്റ്റേ ആക്കേണ്ടി വരും. മൗലിനോങ്ങും ഗ്രാൻഷൂരി ഫോൾസും എല്ലാം കൂടിയും കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കവർ ചെയ്യാൻ പറ്റിയാൽ നല്ലത്. ഏകദേശം ഒരു ഉച്ചയായപ്പോൾ നമ്മൾ ദൗക്കിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ക്ലിയർ വാട്ടറാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഫോട്ടോസിൽ കാണുമ്പോൾ ഇതിലേറെ ഒന്നുകൂടി ക്ലിയർ ആണ് കേട്ടോ. സീസൺ അല്ലാത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. ഇതാണ് ദൗക്കി വില്ലേജ്. വീഡിയോ ആണ് ദൗക്കി വില്ലേജ്. അവിടുന്ന് കുറച്ചുകൂടിയും പോയാൽ നമ്മൾ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ കാണാൻ പറ്റും. വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് എന്നറിയില്ല. അവിടെ കാണുന്നൊരു വഴിയുണ്ട്, എല്ലാവരും ഇങ്ങനെ നടന്നു പോകണം, വരിക്ക് നടന്നു പോകണം. ആ വരിയാണ് ബോർഡർ. ഈ ബോർഡിൻ്റെ അപ്പുറത്തേക്ക് ഇന്ത്യക്കാർക്ക് കടക്കാൻ പെർമിഷൻ ഇല്ല. അങ്ങനെ ബോർഡറും കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അവിടെ ഫോട്ടോഗ്രാഫി ഈസ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ അതിങ്ങനെ കാണിച്ചു തന്നു. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഇനി മൗലിനോങ് വില്ലേജ് ആണ്. ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറാണ് കേട്ടോ ഈ കാണുന്നത്. മൗലിനോങ് വില്ലേജിലേക്കുള്ള വഴിയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫുഡ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. എല്ലാം കണ്ടു തീർക്കാനുള്ള തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് ഇങ്ങനെ കഴിക്കാനൊക്കെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ആക്റ്റീവ് കുട്ടികളാണ് കേട്ടോ ഇവിടെ എല്ലാവരും. അങ്ങനെ ഏകദേശം ഒരു 4:30-5 മണിയായപ്പോഴത്തേനും നമ്മൾ മൗലിനോങ് എത്തി. അപ്പോഴത്തേനും ഇരുട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റേ ആക്കല്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല നമുക്ക്. വില്ലേജ് കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇനിയിപ്പോൾ രാവിലെ ആവേണ്ടി വരും. ഇവിടെ സ്റ്റേ ഒക്കെ നല്ല എക്സ്പെൻസീവുമാണ്. പ്രീ ബുക്ക് ചെയ്യാതെ നമുക്ക് റൂം കിട്ടുമില്ല. ബുക്കിങ്സ് എല്ലാം ഫുള്ളായിരുന്നു നമ്മളെത്തിയ സമയത്ത്. പിന്നെ നമ്മുടെ അടുത്ത് ടെൻ്റ് ഉണ്ട്, എവിടെയെങ്കിലും ഒരു സ്പേസ് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കടയത്തെ ആൾ നമുക്ക് കുറച്ച് സ്പേസ് തന്നിട്ടുണ്ടായിരുന്നു അയാളുടെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ മുറ്റത്ത്. നൈറ്റ് സ്റ്റേ.
ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. നാളത്തത് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.